എമ്പുരാൻ കണ്ടു. മലയാളം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ മൂവി. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, പ്രൊമോഷൻ സ്ട്രാറ്റജിയുടെ പീക്ക് ലെവൽ. ഇത്രയും മതിയായിരുന്നു സിനിമ തലയ്ക്ക് പിടിച്ച് എനിക്ക് എമ്പുരാൻ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് ആഗ്രഹിക്കാൻ. പക്ഷേ പൃഥ്വിരാജ് എന്ന സിനിമ അറിവിൻ്റെ ലെജൻഡ് അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിൽ അത്ഭുതം കാണിച്ചപ്പോൾ മലയാളത്തിൻ്റെ ചരിത്രമാകേണ്ടിയിരുന്ന ഒരു സിനിമയുടെ ചില മേഖലകൾ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയി എന്ന് വേണം കരുതാൻ. ഐ തിങ്ക് ഇറ്റ്സ് മൈ ഡൗട്ട്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം അബ്രഹാം ഖുറേഷിയുടെ എൻട്രി അല്ലാതെ മറ്റൊന്നിനും ആ ക്യാരക്ടറിന് സ്റ്റീഫൻ എന്ന കത്തുന്ന കണ്ണുകളുള്ള വെള്ളക്കുപ്പായക്കാരനായ കറുത്ത മാലാഖയ്ക്കൊപ്പമോ അതിനു മുകളിലോ എത്താൻ പറ്റിയിട്ടില്ല എന്ന ഒരു സത്യം ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ലൂസിഫറിലെ വൈറ്റ് ഷർട്ടിൽ അദ്ദേഹം വരുന്നൊരു വരവുണ്ട്. നമുക്ക് ഈ മാസീൻ കണ്ടിട്ട് കണ്ണീന്ന് വെള്ളം വരുന്ന ഒരവസ്ഥ, അതെന്താ അതിനെക്കുറിച്ച് പറയാം. ആ വാട ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, ഒരു വേറെ ലെവൽ സാധനം വരുന്ന ലൂസിഫർ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരുന്ന ഒരു രീതി. പക്ഷേ എനിക്ക് തോന്നിയ ഒരു മെയിൻ പ്രോബ്ലം ഈ അബ്രഹാം ഖുറേഷി എന്നുള്ളൊരു ക്യാരക്ടർ എനിക്ക് തോന്നിയത് ആ ഒരു കോസ്റ്റ്യൂം സ്റ്റൈല് അദ്ദേഹത്തിന് എന്തോ ഒരു ചില സ്ഥലത്ത് എനിക്ക് മിസ്മാച്ച് ആയിട്ട് തോന്നി. ഈ ക്ലോസ് വരുമ്പോൾ എനിക്ക് വലിയ തോന്നിയില്ല, പക്ഷേ വൈഡൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ എനിക്കത് ഫീൽ ചെയ്തു. കുറച്ചും കൂടെ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ആക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മാറ്റം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അപ്പോഴും എനിക്ക് ആ സ്റ്റീഫൻ എന്നുള്ള ഒരു കഥാപാത്രം, ആ ലുക്കും, അതിൻ്റെ ഒരു ത്രാസ് മേലെ തന്നെ എപ്പോഴും നിൽക്കുന്ന ഒരുപടി മേലെ തന്നെ നിൽക്കുകയുള്ളൂ. അത് ഈ പല സ്ഥലത്തും നമ്മൾ പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടറുടെ കരവിരുതാണ് പടത്തെ ഹൈയിൽ കൊണ്ടുപോകുന്നത്. കാരണം ഈ ഫസ്റ്റ് ഹാഫൊക്കെ ഈ സ്ലോ പേസിലാണ് പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചില നേരത്തെ നമുക്ക് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമോ എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയൊക്കെ വരുന്നുണ്ട് ചില സമയത്തൊക്കെ നമുക്ക്. പക്ഷെ അവിടെയും നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരു ബാലൻസിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കിംഗ് ലെവൽ കണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട് മലയാളത്തിൽ പരിചയിച്ചിട്ടില്ലാത്ത ആ ഒരു ലെവൽ മേക്കിംഗ് അദ്ദേഹം കാണിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യാതെ പോകുന്നത്. പക്ഷേ ആ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിൻ്റെ ഒരു പീക്ക് ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട്, പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. പിന്നെ ഈ പശ്ചാത്തല സംഗീതത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ലൂസിഫറിൽ ദീപക് ദേവിന് കൊണ്ടുവരുമ്പോൾ ഫസ്റ്റൊക്കെ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലത്തെ ഒരു മാസ് പടത്തിന് അദ്ദേഹം സെറ്റാകുമോ ഇല്ല എന്നൊക്കെ. പക്ഷേ അതൊക്കെ മാറിയിട്ട് ലൂസിഫറിൽ അദ്ദേഹം കൊടുത്ത ആ ഒരു BGM ആണെന്നുണ്ടെങ്കിലും ആ സോങ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഫേവറേറ്റ് ആണ് പലരുടെയും. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ച ഒരാൾ ഈ എമ്പുരാനിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ മേലെയായിട്ടുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ എവിടെയൊക്കെയോ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ അത് ആ സീനുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ ആ സോങ് എന്നൊക്കെ തോന്നുന്ന പോലെ ഉണ്ട്. ചില അവസ്ഥകൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു പടത്തിൽ വന്നിരിക്കുന്ന ഒരു സോങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയകളിൽ വന്നിരിക്കുന്ന ഒരു BGMൻ്റെ പേരിലോ ദീപക് ദേവിനെ പോലെയുള്ള ഒരു അതുല്യ പ്രതിഭയെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് പല സമയത്തും തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ വേറൊന്നും പറയുന്നില്ല. ആ ഒരു സോങ്ങിൻ്റെ പേരിൽ, ആ സോങ്ങിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ സോങ് എനിക്കെന്തോ മിസ്മാച്ചായിട്ട് തോന്നിയത് അവിടെ. കാരണം ഒരു ബന്ധവുമില്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് സംവിധായകനാണ് അതെവിടെ പ്ലേസ് ചെയ്യണം എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പാട്ട് നമുക്ക് പൃഥ്വിരാജിനും കൂടെ കൊടുക്കാം. കാരണം മേക്കിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കണമല്ലോ. പിന്നെ എനിക്ക് തോന്നിയത് ഈ നമ്മൾ ലൂസിഫറിൽ അവസാന കാഴ്ചകൾ ആരംഭമായിട്ട് പറഞ്ഞ ഗ്യാങ്സ്റ്റർ തലവനെ ആ ഒരു ലെവലിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് എന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞ കാണികൾക്ക് ഇത് ഒരു വിരുന്നായിട്ട് മാറിയേനെ. അത് 100% ഉറപ്പായിരുന്നു. പൃഥ്വിരാജ് എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമായിട്ടുള്ള ലൂസിഫറിൽ അത്ഭുതം കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് കാണിക്കാനുണ്ടായിരുന്നത് എമ്പുരാൻ എന്ന മൂവിയിൽ മഹാത്ഭുതമായിരുന്നു. അത് അദ്ദേഹം വൃത്തിയായിട്ട് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാണിച്ചിട്ടുണ്ട്. അതിലൊരു കുറവും പറയാനില്ല. കാരണം വിദേശ പടങ്ങളോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് എമ്പുരാൻ. അതിൽ ഒരു ആക്ഷേപവും നമുക്കില്ല. എഴുത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുരളി ഗോപി എന്നൊരൊറ്റ പേര് അത് മതി. അതിനെക്കുറിച്ച് അതിനപ്പുറം വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും നാട്ടിലെ പൊളിറ്റിക്സും നമ്മുടെ രാജ്യത്തിലെ പൊളിറ്റിക്സും എല്ലാം കൂടെ അരച്ച് കലക്കി പറഞ്ഞിട്ടുണ്ട് ഇതിൽ. കോൺസ്പിറസി തിയറീസ് ആണെന്നുണ്ടെങ്കിലും ഇല്ലുമിനാറ്റി ആണെന്നുണ്ടെങ്കിലും
എന്തിനെക്കുറിച്ച് പറയണോ അത് വളരെ വ്യക്തമായിട്ട് വെടിപ്പായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളൊരു വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അബ്രഹാം ഖുറേഷി എന്ന ഒരു ഫേവറേറ്റ് കഥാപാത്രമായിട്ടാണ് ലൂസിഫറിൻ്റെ എൻഡിൽ അതിനെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ തലയിൽ കയറി അങ്ങ് സ്റ്റക്കായിപ്പോയി ആ കഥാപാത്രം. അതിനെ ഇങ്ങോട്ട് ലൂസിഫറിലേക്ക് എമ്പുരാനിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്കെന്തോ ആ ഒരു ലെവലിലേക്ക് അത് പോയിട്ടില്ല, അല്ലെങ്കിൽ എത്തിയില്ല എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമാണ് എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് എന്നെപ്പോലുള്ള ഈ സിനിമ തലയ്ക്ക് പിടിച്ച ഭ്രാന്തന്മാർക്ക് അങ്ങനെ സംഭവിക്കാം. ലൂസിഫർ എന്ന എതിരാളികളില്ലാത്ത കൊമ്പന് സെക്കൻഡ് പാർട്ട് ഒരുക്കുമ്പോൾ അതിന് മേലെ പോയില്ല എങ്കിലും അതിനൊപ്പം എത്തിക്കണമെന്നൊരു ധർമ്മം പൃഥ്വിരാജ് എന്ന സംവിധായകനുണ്ടായിരുന്നു. അതൊരു സത്യമാണ്, അതൊരു കടമയാണ്. പിന്നെ ഇതേപോലുള്ള ചെറിയ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും സ്റ്റീഫൻ എന്ന കറുത്ത മാലാക എൻ്റെ കണ്ണുകളിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല. ആ കണ്ണുകളിലെത്തി മോഹൻലാൽ എന്ന പകരക്കാരനില്ലാത്ത അതുല്യ പ്രതിഭയ്ക്ക് മാത്രം സാധിക്കുന്ന അത്ഭുതം അത് എമ്പുരാനിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടാ, മലയാളം ഇൻഡസ്ട്രിയുടെ നെടുന്തൂണുകൾ ഒന്നായിട്ട് നിങ്ങൾ ഇനിയും ഇവിടെ തന്നെ ഉണ്ടാകുന്ന അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട് ഇവിടെ. ഒപ്പം പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ തോളിലേറി മലയാള സിനിമ ഇനിയും രാജ്യാതിർത്തികൾ താണ്ടുവെന്ന്.